ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 25-ാം വാക്യം. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കിൽ നിന്ന് വരുന്നു, അവൻ്റെ ഭക്തന്മാർ കാണുക ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. സഭയുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പ്രഖ്യാപിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഉയർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം മറ്റുള്ളവർ കാണുക തൻ്റെ നേർച്ചകളെ സമർപ്പിക്കുന്നു. നമ്മുടെ പാട്ടും സ്തുതിയും എപ്പോഴും കർത്താവിനെ കുറിച്ചായിരിക്കണം. അവൻ നമ്മെ ഇതുവരെ നടത്തിയെങ്കിൽ സകല മഹത്വവും പുകഴ്ചയും കർത്താവിന് നാം നൽകണം. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ശ്രേഷ്ഠതയല്ല, എല്ലാം അവൻ്റെ കൃപ മാത്രം. അവൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. പ്രിയ സ്നേഹിതരെ, ദാവീദിൻ്റെ വീഴ്ചയിൽ താങ്ങിയ ദൈവം അവൻ്റെ ദോഷങ്ങൾ ഓർക്കാതെ അവനെ പരിപാലിച്ചുവെങ്കിൽ അവൻ നമ്മെയും പരിപാലിക്കും. ഈ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ സകല കാഴ്ചകളും അവനായി സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ദിനംതോറും നിൻ്റെ കരുതൽ ഓർത്ത് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.